സുരേഷേ, ചില സംശയങ്ങൾ പ്രേക്ഷകർ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ചില മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു മണ്ണെണ്ണയ്ക്കും അതുപോലെ വെളുത്തുള്ളിക്കൊക്കെ നല്ല ഡിമാൻഡാണിപ്പോൾ. കാരണം വീടിന് ചുറ്റും മണ്ണെണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പാമ്പ് വരില്ല എന്ന് പറയുന്നു. ശരിയാണോ സുരേഷേ? ഏറ്റവും നല്ല ചോദ്യമാണ് ഈ സാഹചര്യത്തിൽ. നല്ല ചോദ്യം. രണ്ട് പ്രഗത്ഭന്മാരായ ആൾക്കാരുള്ള സമയത്ത് നല്ല ചോദ്യമാണ്. എന്താ വെച്ചാൽ വെളുത്തുള്ളി സത്യം പറഞ്ഞാൽ പാമ്പോട്ട് യാതൊരു ബന്ധവുമില്ല. അത് നമ്മുടെ പൂർവികർ പണ്ട് ചെയ്യുന്ന ഏതോ പണ്ട് മുത്തശ്ശി ചമ്മന്തി ആട്ടുന്ന സമയത്ത് താഴെ കൂടെ ചേര പോയി. അപ്പോൾ വെളുത്തുള്ളി ചതച്ച് ഒഴിച്ചപ്പോൾ വേറെ ദേഹത്ത് വെള്ളം വീണപ്പോൾ ചേര പേടിച്ചും കഴിഞ്ഞ് പോയി. അതുകൊണ്ട് വെളുത്തുള്ളി അന്ന് പോലെ പ്രായോഗികമാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ, ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് മണ്ണെണ്ണ അല്ലെങ്കിൽ ഡീസലൊന്നും എഫക്റ്റീവ് അല്ല എന്ന്. സത്യം പറഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങളുടെ സമ്പത്തിൽ ഞാൻ പറയുകയാണ്. സാധാരണ ഇതിൽ നമ്മുടെ പാമ്പുകൾക്കറിയാം മൂക്കൊണ്ടല്ല പാമ്പുകൾ മണം എടുക്കുന്നത്, പാമ്പുകൾ മൂക്കെടുക്കുന്നത് മൂക്കുകൊണ്ട് വായുകൊണ്ട് ശ്വസിക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ പാമ്പുകൾക്ക് ജേക്കബ് ഓർഗനിലേക്ക് സെൻഡ് ചെയ്യുന്നത് അതിൽ മെസ്സേജ് അല്ല, ടങ്കാണ് അവർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു എഴിഞ്ഞ് പോകുന്ന സമയത്ത് ഇങ്ങനെ നാക്ക് അല്ലെങ്കിൽ ടങ്ക് തറയിൽ ടച്ച് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ വീട്ടിൻ്റെ പരിസരത്തൊക്കെ മണ്ണെണ്ണയോ ഡീസലോ ഒക്കെ ചെയ്ത് വെള്ളം നനച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറേ ദിവസത്തേക്ക് അത് എഫക്റ്റ്. അപ്പോൾ ഈ അത് ടങ്ക് കൊണ്ടിങ്ങനെ ഭക്ഷണത്തെ തിരിച്ചറിയാനോ അല്ലെങ്കിൽ വെള്ളം അങ്ങനെ സെൻസ് ചെയ്യാനോ പെട്ടെന്ന് എന്നിട്ട് കെമിക്കലാണ് അല്ലെങ്കിൽ ആസിഡ് പോലുള്ള സാധനമാണ് മണ്ണെണ്ണ. അപ്പോൾ അത് പെട്ടെന്ന് നാക്കിലേക്ക് അവന് സെൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ മടങ്ങി പോകുന്നിട്ട് ഒരുപാട് വീടുകൾ 1, 2, 10, 100 വീടുകളിൽ അത് അനുഭവിച്ചല്ല 10,000-കണക്കിന് വീടുകളിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് പരീക്ഷിച്ച് അവർക്കത് ബോധ്യമായ ഒരു സംഭവമാണ്. പിന്നെ എന്നും പറയുന്നത് ഉള്ള മണ്ണെണ്ണയും ഡീസലും വാങ്ങിച്ച് വീട്ടിൻ്റെ 4 ചുറ്റും കൊണ്ട് ഒഴിക്കാനൊന്നുമല്ല ഞാൻ പറയുന്നത്. സ്ഥിരമായിട്ട് പാമ്പ് കടന്നു വരുന്ന വഴികൾ, ഇപ്പോൾ ഒരു എലി വരുന്ന സാഹചര്യത്തിലാണ് കൂടുതലും പാമ്പുകൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കോമ്പൗണ്ടൊക്കെ ഉള്ള വീടാണെങ്കിൽ ഒരു ചെറിയ ഒരു ഗേറ്റേ ഉള്ളൂ, അതിൻ്റെ അടിയിൽ ചെയ്യുന്നത് നല്ലതാണ്. അവർ വീട്ടിൻ്റെ അകത്തേക്ക് വരും വേറെ ഒരു ചെറിയ വഴിയുണ്ട്. അവിടെയൊക്കെ ചില ഒരു പാമ്പിനെ കണ്ടെന്ന് പറയുള്ള മണ്ണെണ്ണ അത്രയും വാങ്ങിച്ച് നാട്ടിലെ പറമ്പിലൊന്നും കൊണ്ട് ഒഴിക്കാനൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അത് കടന്നു വരുന്ന വഴികളിൽ ലേശം വെള്ളം സ്പ്രേ ചെയ്തതിന് വെള്ളം ഒഴിച്ചതിന് ശേഷം മണ്ണെണ്ണ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-15 ദിവസമൊക്കെ അതിൻ്റെ എഫക്റ്റീവ് ഉണ്ടായിരുന്നു. പിന്നെ പെട്രോളും ടിന്നറൊക്കെ ചെയ്യുന്നതാണ്. പെട്രോളും ടിന്നറൊക്കെ പെട്ടെന്ന് വേപ്പറായി പോകുന്നുണ്ട്, അതൊന്നും ഉപയോഗമുള്ള സാധനങ്ങളല്ല. പക്ഷേ മണ്ണെണ്ണ ചെയ്യുന്നാൽ പാമ്പ് അതുവഴി കടന്ന് പോകാത്തതിരിക്കുന്നതായിട്ട് മടങ്ങി പോകുന്നുണ്ട്. നാക്കുകൊണ്ട് സെൻസ് വരുമ്പോൾ അത് പെട്ടെന്ന് അവന് നാക്കിലേക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നു. അവൻ പെട്ടെന്ന് മടങ്ങി പോകുന്നതായിട്ട് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ കഴിഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുന്നുണ്ട്. നമുക്കതൊരു സയൻറ്റിഫിക്കലായിട്ട് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമല്ല, സ്വയം രക്ഷ നമുക്ക് ചെയ്യുന്നതുകൊണ്ട് വേറെ അപകടങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. സമാധാനത്തിന് വേണ്ടിയല്ലേ? അതെ സമാധാനിക്കാം നമുക്ക്. അതെ, ഇത് മടങ്ങി പോകുന്നിട്ടും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ സുരേഷ്. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താങ്കൾ സർവൈവറാണ് അല്ലേ? പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ജീവിതത്തിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? താങ്കളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിൽ, പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ പിന്നെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു സ്നേക്ക് ബൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ അത് ജീവിതാവസാനം വരെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള സംശയങ്ങളും പലർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. നല്ല ചോദ്യമാണ്. അപ്പോൾ ഞാൻ ഡോക്ടർ ജി ആയിരുന്നാലും ഡോക്ടർ ദിലീപ് സാറായിരുന്നാലും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് എനിക്ക് കടി കിട്ടിയ സമയത്തൊക്കെ സാറ് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. പാമ്പുകളെക്കുറിച്ച് നല്ല ഒരുപാട് എൻ്റെ കടികളെക്കുറിച്ചൊക്കെ ഒരുപാട് സ്റ്റഡി ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ പുള്ളി ഇപ്പോൾ പറയാത്തതുകൊണ്ടായിരിക്കാം ഒരുപാട് യാത്ര ചെയ്ത ഒരു ടീമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് ഇതുവരെ ഒരു പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. എൻ്റെ ആദ്യത്തെ കടിയിൽ എനിക്ക് തോന്നുന്നത് ഈ ഫസ്റ്റിലത്തെ കടി 25 വർഷങ്ങൾക്ക് മുന്നേ കിട്ടിയ കടിയിൽ അന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ടെസ്റ്റിന് പോയ സമയത്ത് ലിവറിന് ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അത് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കൊണ്ടാവാൻ മരുന്നെടുത്തുകൊണ്ടാണെന്ന് സീരിയസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണെന്നൊന്നും നമുക്കൊരു ഇല്ല, ചെറിയൊരു ഒരു വലിപ്പക്കൂടുതലുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഇങ്ങോട്ട് ഒരു പ്രശ്നങ്ങൾ ഇപ്പോൾ 16 പ്രാവശ്യം ക്രിട്ടിക്കലായി, 6 പ്രാവശ്യം വെന്റിലേറ്ററിലുണ്ടായിരുന്നു, 10 പ്രാവശ്യം ICUലുണ്ടായിരുന്നു. ഇതുവരെ ഒരു ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു അലർജി പോലും ഉണ്ട്. ഇപ്പോൾ എനിക്ക് അലർജി ഉണ്ട്, ചൂട് കൂടിയപ്പോൾ ഉണ്ടാകുന്ന അലർജി അല്ലാതെ ഈ കയ്യിലുണ്ടാകുന്ന ഈ സാറ് പറഞ്ഞാൽ കെട്ടി വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു ഇതല്ലാതെ പിന്നെ ഇത് ആംബ്യൂട്ട് ചെയ്യേണ്ടി വന്നത് അന്ന് എൻ്റെ കൂടി വന്ന ഒരാൾ ഈ വരലിൻ്റെ ഇവിടെ വെച്ച് കെട്ടി വെച്ചിട്ടാണ് ഇത് മുറിക്കേണ്ടി വന്നത്. ഇത് ഞാൻ കെട്ടി വെച്ചില്ലായിരുന്നു. ഇത് പിന്നെ ആ മുറിവ് വന്നിട്ട് കരഞ്ഞപ്പോഴത് വളഞ്ഞത്. ബാക്കിയുള്ളതൊന്നും ഒരു എനിക്ക് ലിവറിന് പ്രശ്നം, ആ ഒരു പ്രശ്നം വെച്ച് എനിക്ക് ഹാർട്ടിനൊരു പ്രോബ്ലം ഇല്ല. ഇപ്പോൾ വെന്റിലേറ്ററിൽ 6 പ്രാവശ്യം കിടന്നു. ഡോക്ടർ ജഗജീവ് സാർ മേനൻ സാർ പറഞ്ഞ പോലെ 6 പ്രാവശ്യം വെന്റിലേറ്ററിൽ കിടന്നു. ഒരു പ്രശ്നം എനിക്കില്ല. ബാക്കി കിഡ്നി ഫ്രഷാണ്, കിഡ്നിക്കൊന്നും ഒരു പ്രശ്നമില്ല. ശാരീരികമായിട്ട് വേറൊരു പ്രശ്നമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ കൃത്യസമയത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ കോട്ടയത്ത് വെച്ചുള്ള കടിയായിരുന്നാൽ തന്നെ ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് കണ്ണ് മയങ്ങി വരുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലാക്കി എന്നെ ഇൻറ്റിബേറ്റ് ചെയ്തില്ല എങ്കിൽ എനിക്ക് മരണം സംഭവിക്കുന്നു. അങ്ങനെയാണ് അവർ കോട്ടയം മെഡിക്കൽ കോളേജിലല്ല എത്തിച്ചത് തന്നെ. എന്നെ എത്തിച്ചത് ഭാരത് ഹോസ്പിറ്റലാണ് എത്തിച്ചത്. അവിടെ നിന്ന് അവർ പെട്ടെന്ന് തന്നെ ഇൻറ്റിബേറ്റ് ചെയ്യുന്നു. വെന്റിലേറ്റർ ആക്കിയതിന് ശേഷമാണ് അവരെനിക്ക് ഡോക്ടർ ജി പറഞ്ഞ പോലെ ഒരു 80% നമ്മൾ പെട്ടെന്ന് ഇൻ കേസ് നമുക്കൊരു ശ്വാസം മുട്ട് അനുഭവപ്പെട്ടു. അപ്പോൾ പെട്ടെന്ന് ഇൻറ്റിബേറ്റ് ചെയ്യാനുള്ള ഒരാൾ
അല്ലെങ്കിൽ വെന്റിലേറ്ററിലാക്കാൻ കഴിവുള്ള ഒരാളുണ്ടെങ്കിൽ മാത്രമേ ആ പാമ്പ് കടിയേറ്റ ഒരാളിനെ നമുക്ക് രക്ഷിക്കുകയുണ്ട്. സാറ് പറഞ്ഞ് 80% അത് അറിയുന്നുള്ള ആൾക്കാർ വേണം. അപ്പോൾ അത് എനിക്ക് പെട്ടെന്ന് അവർ ഇൻറ്റിബേറ്റ് ചെയ്തു. പെട്ടെന്ന് തന്നെ അവർ ആൻറ്റിവൻ ഇപ്പോൾ മനസ്സിലായി കോബ്രയാണ് ബൈറ്റ്. ഞാൻ പറഞ്ഞു കോബ്ര ബൈറ്റാണെന്ന് അവർക്കറിയാം, എല്ലാവരും കണ്ടു. അപ്പോൾ ഉടനെ തന്നെ അവർ അടുത്ത അഡ്മിറ്റ് ആയ ഉടനെ എനിക്ക് അവർ ആൻറ്റിവനെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ എനിക്ക് കിട്ടിയ കടിയിൽ ഇപ്പോൾ ഈ ഒരു അടുത്ത കാലത്ത് ഈ കോട്ടയത്തെ കടിയിൽ എനിക്ക് അടുത്ത കാലത്ത് കഴിഞ്ഞ 2025 തന്നെ എനിക്കൊരു 3 കടികൾ കോബ്ര ബൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കൈമനത്ത് വെച്ച് കടിയുണ്ടായിരുന്നു, ഇത് പേരുകുള വെച്ച് കടിയുണ്ടായിരുന്നു, ഇത് ആക്കുളത്ത് വെച്ച് കടിയുണ്ടായിരുന്നു. അപ്പോൾ ഈ കടി കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു അത് കോബ്ര ബൈറ്റ് ആണ്. അപ്പോൾ അവർക്കറിയാം സുരേഷ് അല്ല, അപ്പോൾ സുരേഷ് കണ്ടല്ലോ. അപ്പോൾ അടുത്ത വിത്തിൻ സെക്കൻഡ്സിനിടയിൽ അവർ ആൻറ്റിവനെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ 10 വയൽ ആൻറ്റിവനെ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സീരിയസ് ആവുന്ന സമയത്ത് പിന്നെ അങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ കോട്ടയത്തെ കടിയിൽ 65 വയലുള്ള ആൻറ്റിവൻ വന്നു. പക്ഷേ എനിക്ക് ഇതുവരെ ഒരു സൈഡ് എഫക്റ്റുകൾ എൻ്റെ ശരീരത്തിൽ ഉണ്ടായില്ല. എനിക്ക് അങ്ങനെ ഒരു ക്ഷീണമില്ല. പിന്നെ എന്താ പറയുക, വേറെ ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ നന്നായിട്ട് പോകുന്ന ഒരു പ്രശ്നമില്ല. എന്നാൽ ബൈറ്റ് കിട്ടിയിട്ട് തൊലിപ്പുറത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. തൊലിപ്പുറത്ത് ഈ സ്കിന്ന് ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഗ്രാഫ്റ്റ് ചെയ്ത സ്കിൻ തുടയിൽ നിന്ന് എടുത്ത് ഇവിടുന്ന് മാംസം ഒരുപാട് നീക്കം ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ ജി പറഞ്ഞില്ല കെട്ടി വെച്ചുകൊണ്ട് ഇപ്പോൾ നല്ല എനിക്ക് ഇവിടെ കെട്ടി നല്ല ടൈറ്റാക്കി വെച്ചു. എനിക്ക് ബോധം പോയപ്പോൾ ഒരു കെട്ടി ഇറക്കി വെച്ചു. എന്താ കല്ലമ്പലത്ത് വെച്ചുള്ള കടിയായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെ എല്ലാം പഴുത്തു. അതിനുശേഷമുള്ള കടികളൊക്കെ ഞാൻ വളരെ സോഫ്റ്റായിട്ട്, അതായത് ഡോക്ടർ ജി പറഞ്ഞ പോലെ വീതിയുള്ള തുണി ഉപയോഗിച്ച് ടൈറ്റ് ആക്കാതെ നല്ല സോഫ്റ്റായിട്ട്, അതായത് രക്തോട്ടം കുറയത്തക്ക രീതി, ഒരു കാരണവശാലും ടൈറ്റാക്കിയാൽ കിട്ടുക, രക്തോട്ടം കുറയത്തക്ക രീതി കെട്ടി 2 കെട്ട് കെട്ടി കൈ തൂക്കിയിടാതെ കൈ ഉയർത്തി വെക്കാതെ ഇങ്ങനെ വെച്ച് ഹോസ്പിറ്റലിൽ എനിക്ക് ഒരു പ്രശ്നങ്ങളുണ്ട്. അതിനുശേഷമുള്ള ഒരു കടികളും എനിക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഡോക്ടർ ജി പറഞ്ഞത് ചേരയുടെ കടിയേറ്റി അടുത്ത കാലത്ത് കഴിഞ്ഞ മാസം തൃശ്ശൂർ ജില്ലയിലാണെന്നുകൊണ്ട് ഒരു ഡോക്ടർ ആൻറ്റിവനം കൊടുത്തിട്ടുണ്ടായിരുന്നു. നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് വൈൻ സ്നേക്ക്, അതായത് പറക്കുന്ന പാമ്പെന്നറിയപ്പെടുന്ന പാമ്പിൻ്റെ വെനമില്ലാത്ത നോൺ വെനമസായ പാമ്പിൻ്റെ കടിയേറ്റിട്ട് ആൻറ്റിവനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നല്ല ഒരു അവയർനെസ്, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഒന്നുകിലും പാഠ്യപുസ്തകത്തിൽ ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ ഡോക്ടർ മേനോൻ സാർ പറഞ്ഞ പോലെ നമ്മളിതൊരു നല്ലൊരു ടീം വർക്കായി. ഇപ്പോൾ എനിക്ക് കോട്ടയത്ത് കടി കിട്ടിയ സമയത്ത് എല്ലാവരും ഫിസിയോതെറാപ്പിസ്റ്റ് ഉൾപ്പെടെ എല്ലാ ടീമും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന അടുത്താണ് ഞാനിപ്പോൾ ഇങ്ങനെ എണീറ്റ്, അല്ലെങ്കിൽ കോമ സ്റ്റേജിൽ ഇരിക്കേണ്ട ഞാനാണ് ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഒരു പ്രശ്നമില്ലായിരിക്കുന്നു. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും അനിവാര്യമാണെന്നുള്ളതാണ്. ഡോക്ടർമാരുടെ കഴിവുകൊണ്ട് മാത്രമാണ് ഒരു പേഷ്യൻ്റ് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത്. അല്ല, ഈ പാമ്പ് കടിച്ചാൽ പെട്ടെന്ന് വേദനയുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ എന്താണ് ഫീൽ ചെയ്യുന്നത് ഉള്ളിൽ? നല്ല ചോദ്യമാണ് സാർ. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഡോക്ടർ ജി പറഞ്ഞ പോലെ, ഇപ്പോൾ ദിലീപ് സാർ പറഞ്ഞ പോലെ, ഇപ്പോൾ റസൽസ് വൈപ്പർ കടിക്കുന്ന സമയത്ത് എനിക്ക് അപ്പോഴും ഇപ്പോൾ എനിക്ക് പത്തനംതിട്ടയിൽ വെച്ച് കടി കിട്ടി. ആ കടി കിട്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്കാണ് വന്നത്. അത്രയും എന്ന് പറഞ്ഞ് നിങ്ങളാരും അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോഴും എനിക്ക് വേദന അനുഭവപ്പെടുന്നു. ആ വേദന പിന്നെ കുറച്ച് കഴിയുമ്പോൾ വേദന കുറച്ചുകൂടി നമ്മളെ ബോഡിയിലേക്ക് ഇങ്ങനെ കുറച്ച് എത്തി വരുന്നു. അപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായി മാറുന്നു. അത് കഴിയുമ്പോൾ നീര് നന്നായിട്ട് വർദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് റസൽസ് വൈപ്പർ ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തലയുടെ ഇവിടെ ഇങ്ങനെ വേദന അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ കണ്ണിൻ്റെ പോളകളിൽ വേദന അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ കണ്ണിന് ചെറിയ വീക്കം, ഇവിടെ എത്തിയപ്പോൾ കണ്ണിനൊക്കെ ചെറിയ വീക്കമായി കഴിഞ്ഞിട്ട് വീക്കം വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേക്കും വയറിനൊരു വീക്കം പോലെ തോന്നി. അത് മൂത്ര തടസ്സം അനുഭവപ്പെടുന്നത്. ഏകദേശം 3 മണിക്കൂറോളം ട്രാവൽ ചെയ്താണ് ഞാൻ ഇവിടെ എത്തുന്നത്. ബോധാവസ്ഥയിൽ തന്നെയാണല്ലേ? അതെ, ബോധാവസ്ഥയിൽ തന്നെയാണ് ഞാൻ ഇരുന്നത്. എനിക്ക് ഇതൊന്നും അല്ല. അവസാനം ഇവിടെ വന്ന് ഞാൻ അന്നത്തെ സൂപ്പർ ഡോക്ടർ ശർമ്മ സാറിനെ കടി കിട്ടി ഉടനെ ശർമ്മ സാറിനെ വിളിച്ചു. അപ്പോൾ നേരെ ഇങ്ങ് പോരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓരോ സമയത്തും പുള്ളി എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ദേഹത്ത് വയറ്റിൽ മൂത്രതടസ്സം അനുഭവപ്പെടും. വയറ് വീങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറഞ്ഞപ്പോൾ 2 തുടയുടെ ഇടുക്കിൽ ചെറിയ 2 കഴലുകൾ ഇങ്ങനെ പൊങ്ങി വന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു കഴല ഇങ്ങനെ പൊങ്ങി. ഇതൊക്കെ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്നു. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് അബോധാവസ്ഥയിലേക്കൊന്നും പോയില്ല. ആൻറ്റിവനെ സ്റ്റാർട്ട് ചെയ്തു. 15 ദിവസത്തോളം ട്രീറ്റ്മെൻറ്റ് എടുത്തു. ആണെങ്കിൽ റിസൾട്ട്സ് വൈപ്പിൻ്റെ കടി കിട്ടിയിട്ട്. പക്ഷേ അത് പിന്നെ കോബ്ര ബൈറ്റ്, ഇപ്പോൾ നമുക്ക് കോട്ടയത്ത് ചില കടി കിട്ടുന്ന സമയത്ത് ആ മുട്ടിന് മേലാണ് കടി കിട്ടിയത്. കടി കിട്ടുന്ന സമയത്ത് എനിക്ക് ആ ഒരു മാംസത്തിൻ്റെ കൂടുതലുണ്ടായിരിക്കും. അവിടെ വേദന അധികം ഫീൽ ചെയ്തില്ല, ചെറിയൊരു വേദന ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് എന്താ പറയുക, ശ്വാസ തടസ്സമായിട്ട് ചെറിയ രീതിയിലൊരു കഫം ഇങ്ങനെ വരുന്നതായിട്ട് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് കണ്ണിന് ഇങ്ങനെ ഡോക്ടർ ജി പറഞ്ഞ കണക്ക് കണ്ണിന് ഇങ്ങനെ മറിഞ്ഞ് പോകുന്നതായിട്ട് തോന്നി. ഇപ്പോൾ കണ്ണ് രണ്ടായിട്ട് ദൂരോട്ട് നോക്കിയപ്പോൾ എല്ലാം രണ്ടായിട്ട് കാണുന്നതായിട്ട് തോന്നി. അപ്പോഴൊക്കെ എനിക്ക് ബോധമുണ്ട്. അപ്പം ഞാൻ ഏകദേശം കുറിച്ച് കഴിഞ്ഞ് കോട്ടയം സിറ്റിക്ക് അകത്തോട്ട് കയറി. കോട്ടയം മെഡിക്കൽ കോളേജിനടുത്ത് എത്തുന്നതിന് മുന്നാണ് ഈ ശ്വാസം നന്നായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ ശ്വാസം അങ്ങനെ തടസ്സം നന്നായിട്ട് വന്ന ഉടനെ തന്നെ ഞാൻ എൻ്റെ കൂടെ വന്ന അവിടുത്തെ വാർഡ് കൗൺസിലർ അദ്ദേഹത്തോട് പറഞ്ഞ് പെട്ടെന്ന് അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യില്ലെങ്കിൽ ഞാനിപ്പോൾ അടുത്ത നിമിഷം എനിക്ക് ഡെത്ത് വരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ പെട്ടെന്ന് അടുത്തൊരു 10 മിനിറ്റ്, അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരുന്ന ഒരു മണിക്കൂർ നമ്മൾ വൈകിയേനെ. അപ്പോൾ പെട്ടെന്ന് ഭാരത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു. അവർ പെട്ടെന്ന് തന്നെ ഉടനെ തന്നെ അടുത്ത് ഇൻറ്റിബേറ്റ് ചെയ്യുന്നു. പെട്ടെന്ന് എന്നെ ജീവിതത്തിൽ തിരിച്ചു. അതുപോലെ എനിക്കൊരു അനുഭവം പറയാനുള്ളത്, എനിക്ക് എൻ്റെ ഒരു ഇവിടെ കൊടപ്പനക്കുന്ന് വെച്ച് ഇവിടെ ഒരു കടി കിട്ടിയിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വരുന്നു. മെഡിക്കൽ കോളേജിൽ വന്ന സമയത്ത് അന്ന് നല്ല ഡോക്ടേഴ്സൊന്നും ഇല്ലായിരുന്നു. അന്ന് അവധി ദിവസമായിരുന്നു. അന്നൊരു ഹൗസ് സർജൻസി കഴിഞ്ഞ ഒരു പെൺകുട്ടി മാത്രമായിരുന്നു അത് ഡോക്ടർ. അന്ന് അദ്ദേഹം കഴിഞ്ഞിട്ട്, അത് പഠിക്കുന്ന കുട്ടിയാണെന്ന് എനിക്ക് ഹൗസ് സർജൻസി ആയിട്ടില്ല, പഠിക്കുന്നപ്പോൾ ഞാൻ മോർക്കൻ കടിച്ച് അവിടെ ചെല്ലുന്ന സമയത്ത് അവർ ബ്ലഡ് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ശ്വാസം മുട്ടി ഇങ്ങനെ പടയുകയാണ്. ശ്വാസം എടുക്കാൻ എനിക്ക് പറ്റാതെ പടയുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒരു 10-15 വർഷം മുന്നുള്ള കാര്യമാണ്. അവസാനം വഴിയിൽ കൂടെ പോയി എൻ്റെ ഒരു പഴയ സുഹൃത്ത് മനോജ് എന്ന് പറഞ്ഞ ഡോക്ടർ, അദ്ദേഹം ഡോക്ടർ ആണ്. അദ്ദേഹം ഈ ബഹളം കേട്ടിട്ട് ഓടി വന്നപ്പോൾ ഞാനാണ്. അദ്ദേഹത്തിൻ്റെ യൂണിറ്റ് പോലുമില്ല. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ എനിക്ക് ശ്വാസം എടുക്കാൻ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് അദ്ദേഹം എൻ്റെ നെഞ്ചിലേക്ക് എനിക്ക് കയറി അമർന്നിരുന്നിട്ട് അദ്ദേഹം എന്നെ ഇൻറ്റിബേറ്റ് ചെയ്തു.
ആ ഇൻറ്റിബേറ്റ് ആ സമയത്ത് കൃത്യമായിട്ട് ആ മനോജി ചെയ്ത് അത് ഡോക്ടർ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ഭൂമിയിൽ ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർജി പറഞ്ഞ പോലെ ഇതെല്ലാം അറിയുന്ന ആൾക്കാർ ചെയ്യാൻ കഴിവുള്ള ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീം വർക്കായിട്ട് ചെയ്തില്ലെങ്കിൽ ഇത് അപകടമാണ്. അന്ന് ആ ഡോക്ടർജി വഴിയിൽ കൂടെ പോയ ഡോക്ടർജി പുറത്ത് പാസേജിൽ കൂടെ പോയ ഡോക്ടർജി പാമ്പുകടി എന്ന് പറഞ്ഞ് കേട്ടുകൊണ്ടാണ് ഞാനായിരിക്കുന്നത് അത് ഓടി നോക്കുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു അവസ്ഥയിലായി കഴിഞ്ഞു, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നൊരവസ്ഥ. പിന്നെ ഉടനെ തന്നെ അദ്ദേഹം കുറേ വായിലേക്ക് കയറ്റി ഉടനെ തന്നെ ആമ്പ് കൊണ്ടുവന്ന് പിന്നെ ഇത് കയറ്റി കൃത്രിമ ആമ്പ് വന്നു, അവിടെ തന്നെ നേരെ ഐസിയിലേക്ക് മാറ്റുന്നു, അവിടെ നിന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഡോക്ടർ മേനോൻ സാർ പറഞ്ഞ പോലെ ഇതൊരു നല്ലൊരു അവബോധം തുടക്കത്തിൽ തന്നെ നല്ലൊരു അവബോധം കൊടുത്തില്ലെങ്കിൽ ഡെത്തിൻ്റെ എണ്ണം ഇനി വരുന്ന കൂടാനാണ് സാധ്യത കൂടുതൽ.